ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗണപതി നാരകത ഈ കാണുന്ന പോലെ തൊലിയൊക്കെ പോക്കി വൃത്തിയാക്കി നല്ല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഗണപതി നാരങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഗണപതി നാരങ്ങ തന്നെയാണ്. അത് ഈ കാണുന്ന പോലെ നല്ല പോലെ തൊലിയൊക്കെ പോക്കി കുരുവൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി വേണം, അതുപോലെ തന്നെ ഉലുവ വേണം, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് വേണം, കുറച്ച് സുർക്ക വേണം, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. അപ്പം നമുക്ക് ഈ കാണുന്ന കുറഞ്ഞ സാധനങ്ങൾ മതി നമ്മുടെ അടിപൊളി ഗണപതി നാരങ്ങ കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ അടുപ്പത്തേക്ക് നമ്മുടെ പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ പരിപാടി, എണ്ണ കുറച്ച് ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരണം. ചെറുതായി കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നില്ല, നല്ല എണ്ണ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ കടുക് പൊട്ടുന്ന സമയത്ത് നിങ്ങളൊക്കെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഓർമ്മിപ്പിക്കുകയാണ്. ഗൈസ്, നമ്മുടെ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഉലുവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ തൊലി കളഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കുന്നു. ഇനി ഇതൊന്ന് അടുപ്പത്ത് കിടന്നൊന്ന് സെറ്റാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ അത്. നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഒന്ന് ഏകദേശം സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനി കുറച്ച് നേരം അടുപ്പത്ത് ഇങ്ങനെ തന്നെ കിടക്കണം. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് നമ്മുടെ പൊടികൾ, ആ പച്ച സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് ഉഷാറായിട്ട് വരേണ്ടതുണ്ട്. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളെ മസാലയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, കറിവേപ്പില എല്ലാം കൂടെ അടുപ്പത്തൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഗണപതി നാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗണപതി നാരങ്ങ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ അടുപ്പത്ത് കിടന്നൊന്ന് തിളച്ച് വരണം. ഇപ്പം തന്നെ അത്യാവശ്യം ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോലെ നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ നാരങ്ങ നല്ല പോലെ അടുപ്പത്ത് കിടന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അതുകൊണ്ടാണ് ആദ്യം പറയാത്തത്. നമ്മുടെ ഗണപതി നാരങ്ങ ആവുന്ന സമയത്ത് അറിയാലോ അത്യാവശ്യം കയ്പ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചാറിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമില്ല. ഇനി ശർക്കരപ്പൊടി അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ചേർക്കും ചെയ്യാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കണം.
ഇനി ഇത് വീണ്ടും അടുപ്പത്ത് കിടന്ന് ഇതുപോലെ നമ്മൾ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി സിമ്മിലിട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അധികം വേവിൻ്റെ ആവശ്യമില്ല. അച്ചാറാണ് അറിയാലോ, അപ്പോൾ സാധാരണ സുർക്കയിലാണ് അത് നല്ലപോലെ കിടന്നൊന്ന് ചിഞ്ഞ് റെഡി ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധിക നേരം വേവിക്കേണ്ട, എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. കുറച്ച് നേരം കൂടി അടുപ്പത്ത് കിടന്ന് വെന്തതോടുകൂടി നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിക്കുന്നതിനും വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ നല്ല പോലെ എല്ലാം ഒന്ന് സെറ്റായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്.